So, today topic is endocrine. So, endocrine സിസ്റ്റത്തെ ഇൻവോൾവ് ചെയ്തിട്ട് കുറേ ഗ്ലാൻഡുകൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, ഇങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ ഗ്ലാൻഡുകൾ റെസ്പോൺസിബിൾ കിട്ടുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പോൾ ഇത് നമ്മുടെ ബോഡി മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യാനും സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്ലാൻഡുകളാണ് ഇവരൊക്കെ. അപ്പൊ നമ്മൾ അതിൽ ഓരോ ഗ്ലാൻഡുകളും അതിന്റെ ഫങ്ഷൻസും അതിന്റെ ഡിസീസ് കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് കണ്ടീഷൻ ആണ് തൈറോയ്ഡ് ഡിസോർഡർ. സോ തൈറോയ്ഡ് ഡിസോർഡർ നമുക്കറിയാം, തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ സിക്രേഷൻസിനെ ബാധിക്കുമ്പോഴാണ് നമുക്ക് തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ TSH എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പോയിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് T3 ആൻഡ് T4. ഓക്കെ, തൈറോയിഡിനും ട്രൈ തൈറോയിഡിനും. സോ ഇതിന്റെ കുറവ് കൊണ്ടും കൂടുതൽ കൊണ്ടും നമുക്ക് വരുന്ന രണ്ട് അസുഖങ്ങളാണ് നമുക്കിപ്പോ പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ഹൈപ്പോതൈറോയിഡിസം. ഡ്യൂ ടു ദ ഹൈപ്പോ സിക്രേഷൻസ് ഓഫ് T3 ആൻഡ് T4. നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്, തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺ ആണ് T3 ആൻഡ് T4. സോ ഇറ്റ് ലീഡ്സ് ടു ദ ഡിക്രീസ് ബോഡി മെറ്റബോളിസം. സോ തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മുടെ ബോഡി മെറ്റബോളിസത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ എന്തായിരിക്കും, ബോഡി മെറ്റബോളിസം ഡിക്രീസ് ചെയ്യും. സോ ദർ ആർ സൈൻസ് ഓഫ് എന്താണ്, ഇൻടോളറൻസ് ടു കോൾഡ്, അല്ലെ? കോൾഡിന് ഇൻടോളറൻസ് ഉണ്ടാവും, ഡ്രൈ സ്കിൻ, വെയിറ്റ് ഗെയിൻ, കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഓൾസോ മിക്സിഡിമ. മിക്സിഡിമ എന്ന് പറഞ്ഞാൽ എന്താ, ജനറലൈസ്ഡ് പഫിനെസ് ആൻഡ് എഡിമ അറൌണ്ട് ദ ഐ ആൻഡ് ഫേസ്. നമ്മുടെ ഐയുടെ ഫേസിന്റെ അറൌണ്ടിലായിട്ട് ഇങ്ങനെ ഇതിനൊരു പഫിനെസ്, എഡിമ പോലെ വരുന്നതാണ് എന്ത്, മിക്സിഡിമ എന്ന് പറയുന്നത്. സോ നമ്മളിത് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാം, വൈറ്റൽസ് മോണിറ്റർ ചെയ്യാം. സോ T3 T4 കുറവാണ്, അപ്പൊ ഹോർമോണൽ ഇംബാലൻസ് ആണ്. സോ വി ക്യാൻ കോമ്പൻസേറ്റ് വിത്ത് തൈറോയ്ഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി ലൈക്ക് ലിവോതൈറോക്സ് നമുക്ക് കൊടുക്കാം. ആൻഡ് ഓൾസോ ലോ കലോറി, ലോ കൊളസ്ട്രോൾ, ലോ ഫാറ്റ് ഡയറ്റ് കൊടുക്കാം. ആൻഡ് നമുക്ക് പേഷ്യന്റ് ഇൻടോളറൻസ് ടു കോൾഡ് ആയതുകൊണ്ട് നമുക്ക് പ്രൊവൈഡ് വാം എൻവയോൺമെന്റ്. സോ മിക്സിഡിമ ഒരു ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് കണ്ടീഷൻ ആണ് കേട്ടോ. അതെന്തായാലും ലീഡ് ചെയ്ത് നമ്മളത് മര്യാദയ്ക്ക് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ളത് എന്താണ്, ഇറ്റ് ലീഡ്സ് ടു MI, സ്ട്രോക്ക്, റെസ്പിറേറ്ററി ഫെയിലിയർ, ഹൈപ്പോതെർമിയ, ബ്രാഡിക്കാർഡിയ, ഹൈപ്പോടെൻഷൻ, ഹൈപ്പോഎൻട്രീമിയ, ഹൈപ്പോഗ്ലൈസീമിയ, കോമ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് മാനേജ്മെന്റ് കൊടുക്കുക, മെയിൻറ്റെയിനിങ് പേഷ്യന്റ് എയർവേ, IV, ഗ്ലൂക്കോസ് ആൻഡ് ഹോർമോണൽ തെറാപ്പി, ആൻഡ് ഓൾസോ ദ അസസ് ദ ടെമ്പറേച്ചർ hourly and keep client warm and also provide the mechanical ventilation. So നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറാപ്പി കൊണ്ട് നമ്മൾ ഈ ഹൈപ്പോതൈറോയിഡിസം കോമ്പൻസേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ, ഇറ്റ് ലീഡ്സ് ടു മിക്സിഡിമ ഇൻ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ കേട്ടോ. ഇറ്റ് ലീഡ്സ് ടു കോമ. സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്, ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഹൈപ്പോതൈറോയിഡിസം മീൻസ് എന്താണ്, ദ ഹൈപ്പർ സിക്രേഷൻസ് ഓഫ് T3 ആൻഡ് T4. സോ TSH അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല, TSH is decreasing, but T3 and T4 is increasing. That is hyperthyroidism. So increasing the body metabolism. So what are the signs and symptoms? Goiter, exothalamus എന്ന് പറഞ്ഞാൽ the protrusion of the eyeball, നമ്മുടെ കണ്ണിങ്ങനെ eyeballs പുറത്തേക്ക് പ്രൊട്രൂട്ട് ചെയ്യുന്നു. And cardiac dysarrhythmia, hypertension, weight loss, soft skin, intolerance to heat, diarrhea. So what are the intervention we are provided for the hyperthyroidism? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബെഡ് റെസ്റ്റിന് കൂൾ ആൻഡ് ക്വയറ്റ് എൻവയോൺമെന്റ്. നമ്മൾ ഹൈ കലോറി ആയി ഡയറ്റ് കൊടുക്കാം കേട്ടോ. സോ നമ്മൾ T3 T4 ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാണല്ലോ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഇതിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ആന്റി തൈറോയ്ഡ് മെഡിക്കേഷൻ കൊടുക്കാം. ആ മെഡിസിന്റെ പേരാണ് PTU, പ്രൊപ്പൈൽ തൈറോയുറാസിൽ. അത് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് ഈ ഐഡിൻ നമുക്ക് ഒരുപാട് T3 T4 കുറവ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, അപ്പൊ ഐഡിൻ ഇൻസഫിഷ്യൻസി വരും. അപ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഈ എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്, അതാണല്ലോ ഗോയിറ്റർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ, തൈറിൻ പ്രിപ്പറേഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ തൈറോയ്ഡ് ഹോർമോണിനെ നമ്മൾ എന്താ ചെയ്യുക, ഇൻഹിബിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രിപ്പയർ റേഡിയോ ആക്റ്റീവ് ഐഡിൻ തെറാപ്പി ചെയ്ത് നമുക്ക് സപ്രസ് ചെയ്യിപ്പിക്കാം ഈ പ്രൊഡക്ഷൻ. ഇതൊന്നും ചെയ്തിട്ട് ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ഫോർ ദ thyroidectomy. Thyroidectomy is the
സർജിക്കൽ മാനേജ്മെന്റ് ടു റിമൂവ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലെ. തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്ന സർജിക്കൽ മെത്തേഡിനെ പറയുന്ന പേരാണ് എന്ത്? തൈറോയ്ഡക്ടമി. സോ നമ്മൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ആഫ്റ്റർ തൈറോയ്ഡക്ടമി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫ് തൈറോയ്ഡക്ടമി നമ്മൾ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അസസ്മെന്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കെയർ ചെയ്യുന്നത്, പോസ്റ്റ് ഓഫ് കെയർ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ കോംപ്ലിക്കേഷൻ ഓഫ് ദ തൈറോയ്ഡക്ടമി. സോ ദ ഫസ്റ്റ് വൺ ഈസ് എന്താണ്? തൈറോയ്ഡ് സ്റ്റോം. തൈറോയ്ഡ് സ്റ്റോം is the life-threatening condition due to the uncontrolled hypothyroidism. എന്ന് പറഞ്ഞാൽ നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്ട് പീരീഡ് ലാർജ് എമൗണ്ട് ഓഫ് thyroid hormone is releasing. This condition is known as thyroid storm. So how will we prevent this condition? In pre-op, we have to give that anti-thyroid hormones or beta blockers or iodines are we are giving. എന്തിനാണ് നമുക്ക് ഇത് പ്രിയോപ്പിൽ നമ്മൾ ആന്റി തൈറോയ്ഡ് ഹോർമോൺസോ അല്ലെങ്കിൽ എന്താണ് ബീറ്റ ബ്ലോക്കേഴ്സോ അയഡിനോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റോപ്പിൽ നമ്മൾ തൈറോയ്ഡ് സ്റ്റോം നമുക്ക് പ്രിവെന്റ് ചെയ്യാം. സോ ദ നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് എന്താണ്? തൈറോയ്ഡക്ടമി നമ്മൾ പോസ്റ്റ് ഓഫ് കെയർ നമ്മൾ എന്താ നോക്കണ്ടേ? അസസ് ദ ലെവൽ ഓഫ് ഹൊയാസിനസ്. ദാറ്റ് മീൻസ് എന്താണ്? നമ്മുടെ സൗണ്ടില്ലേ, സൗണ്ടിന് ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ സൗണ്ട് കുറയാനും കൂടാനും ചാൻസ് ഉണ്ട്. പിന്നെ എയർവേ ക്ലിയർ ആക്കണ്ടേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? മെയിൻറ്റെയിൻ സെമി ഫൗലസ് പൊസിഷൻ. പിന്നെ നമുക്കറിയാം മോണിറ്റർ ഫോർ ബ്ലീഡിങ്. നമുക്കറിയാം എന്ത് സർജിക്കൽ മാനേജ്മെന്റിൽ നമ്മൾ ആദ്യത്തെ കോംപ്ലിക്കേഷൻ ബ്ലീഡിംഗ് ആണല്ലോ. സോ വി വാണ്ട് ടു ചെക്ക്. എവിടെ ചെക്ക് ചെയ്യേണ്ടത്? നമുക്ക് ഡ്രസ്സിംഗ് ആൻഡ് ബാക്ക് ഓഫ് ദ നെക്ക്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേഷ്യന്റിന് കംപ്ലൈന്റ്സ് ഓഫ് ബ്ലീഡിംഗ് ഉണ്ട് ഒരു അസസ് ചെയ്താൽ നമ്മൾ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടു ചെക്ക് ദ ഡ്രസ്സിംഗ് ആൻഡ് back of the neck. Okay, then also we have to monitor for the sign for tetany. So what is the tetany? What is the condition of tetany? അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ tetany എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് occurred by the നമ്മൾ തൈറോയ്ഡക്ടമി ചെയ്യുമ്പോൾ നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുമ്പോൾ ഒരു ട്രോമ അല്ലെങ്കിൽ ഇഞ്ചുറി നമ്മുടെ പാരാ തൈറോയ്ഡ് ഗ്ലാൻഡിന് പറ്റുന്നു എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ തൊട്ട് ബാക്കിലാണ് പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉള്ളത്. അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മൾ എടുത്ത് കളയുമ്പോൾ ഇറ്റ് വിൽ ബി നമ്മൾ ഇഞ്ചുറി അല്ലെങ്കിൽ ട്രോമ പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ് പറ്റുന്നു. സോ പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് കാൽസിറ്റോണിൻ അല്ലെ. കാൽസ്യനും കാൽസിറ്റോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലേ. സോ ദർ ഈസ് എ എന്താണ്? സപ്രഷൻ സംഭവിക്കുന്നു, കാൽസ്യം കുറയുന്നു, കാൽസിറ്റോണിൻ കുറയുന്നു. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന സൈനാണ് തെറ്റനൈ. അപ്പൊ സൈൻ ഓഫ് തെറ്റനൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ സൈനാണ് പ്രോസോസൈൻ. പ്രോസോസൈന്റെ വേറൊരു പേരാണ് കാർപ്പോപെഡൽ സ്പാസം എന്ന് പറയുകയാണെങ്കിൽ നമ്മള് ബീറ്റ് കഫ് കിട്ടുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ കണ്ട പിക്ചറിൽ കണ്ടേ കൈ ഇങ്ങനെ എന്താണ്? കൈ ഇങ്ങനെ വളഞ്ഞു പോകും. അതാണ് ട്രോസോസൈൻ എന്ന് പറയുമ്പോൾ. ചോസ്റ്റോക്സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേഷ്യൽ ട്വിസ്റ്റിംഗ് ഓൺ ദ ടാപ്പിംഗ് ഓഫ് ദ ചീക്ക് ബോൺ. ചുണ്ടിങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് പോകുന്നതാണ് എന്റെ ചോസ്റ്റോക്സൈൻ. അപ്പോ എപ്പോഴാണ് നമുക്ക് തെറ്റനൈ വരുന്നത്? It will be happen for the trauma to the hypoparathyroid gland. It leads to hypocalcemia. That means decreasing the calcium and calcitonin. It leads to tetany. That means two signs are there. One is trososign. That means carpopedal spasm. Next is chostoxine. That means facial twisting of the cheekbone. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. സോ നെക്സ്റ്റ് എന്താണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഡിസോർഡർ. ദാറ്റ് മീൻസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് എ മാസ്റ്റർ ഗ്ലാൻഡ് അല്ലെ. നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹാവ് two lobes. That means anterior pituitary lobe and posterior pituitary lobe. So the anterior lobe പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്. അതാണ് എന്ത്? ഗ്രോത്ത് ഹോർമോൺ GTH, gonadotrophic hormones and FSH. That means follicular stimulating hormones and luteinizing hormone, that is LH. Then TSH, that means thyroid stimulating hormone, and ACTH, that means adenocorticotropic hormone and prolactin hormone. So posterior pituitary lobe produce ചെയ്യുന്ന ഹോർമോൺസിന്റെ പേരെന്താണ്? ഓക്സിറ്റോക്സിൻ ആൻഡ് ആന്റി ഡയോററ്റിക് ഹോർമോൺ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്
ഇൻസഫിഷ്യന്റ് ആയിട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ കണ്ടീഷനാണ് ഹൈപ്പോപിറ്റുറ്ററിസം. Hyposecretions of pituitary hormones is known as hypopituitarism. It will be affect എന്താണ്, നമ്മളെ ഈ ഹോർമോൺസ് നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ മെറ്റബോളിസിനും എഫക്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ നമ്മുടെ ഗ്രോത്ത് ഹോർമോണിനും ADH, GH-നും ADH-നാണ് ഏറ്റവും കൂടുതൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ദ സൈൻ എന്തൊക്കെയാ വരാ? ഡ്രാഫനിസം. ഡ്രാഫനിസം മീൻസ് എന്താണ്? നമ്മള് ഹൈറ്റ് കുറയാ അല്ലെ, സോ ഗ്രോത്ത് കുറയാ. സോ ആൻഡ് ഓൾസോ എന്താണ്? റെഡ്യൂസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട് റെഡ്യൂസ് ആവും. ഇൻഫെർട്ടിലിറ്റി ആൻഡ് ഓൾസോ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആൻഡ് ലോ BP ഇന്റർവെൻഷൻസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? BP കുറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാ? കുറവാണല്ലോ, ഹോർമോൺസ് കുറവാണ്. അപ്പൊ നമുക്ക് എന്താ? ഹൈപ്പോ അടിച്ച് നമ്മൾ എന്താ ചെയ്യുക? ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറാപ്പി കൊടുക്കാം, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ ഹൈപ്പോപിറ്റുറ്ററിസത്തിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കാരണം ഗ്രോത്ത് ഹോർമോൺ കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറാപ്പി വെച്ച് നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഈസ് എന്താണ്? ഹൈപ്പർ പിറ്റുറ്ററിസം. സോ ഹൈപ്പർ പിറ്റുറ്ററിസം ലീഡ്സ് ടു എന്താണ്? ആക്രോമെഗലി അല്ലെങ്കിൽ പുഷിംഗ് ഡിസീസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് വരുന്നത്? പിറ്റുറ്ററി ട്യൂമർ ആണ് യൂഷ്വലി കോസ്. എന്തൊക്കെയാണ്? പിറ്റുറ്ററി ട്യൂമർ ആണ്. അപ്പൊ ഹൈപ്പർ മീൻസ് എന്താണ്? ഒരുപാട് സിക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലാർജ് എമൗണ്ട് ഓഫ് എന്താണ് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് ഗ്രോത്ത് ഹോർമോൺസ് കൂടുതലായിരിക്കും. സോ ലാർജ് ഹാൻഡ് ആൻഡ് ഫീറ്റ്, തിക്കനിങ് ആൻഡ് പ്രൊട്രൂഷൻ ഓഫ് ജോ, ആർത്രൈറ്റിസ്, ഡീപ്പനിങ് ഓഫ് ദ വോയിസ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന സൈൻസ്. സോ വാട്ട് ആർ ഇന്റർവെൻഷൻ വി പ്രൊവൈഡ്? ദാറ്റ് മീൻസ് പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട്, റിലീവ് ജോയിന്റ് പെയിൻ. കാരണം എന്താ? നമുക്ക് തിക്കനിങ് ഓഫ് ദ ബോൺസ് ആയതുകൊണ്ടും ഗ്രോത്ത് കൂടുതൽ കൊണ്ടും നമുക്ക് എന്താ സംഭവിക്കാം? ഭയങ്കര പെയിൻ വരും. സോ നമ്മള് റിലീവ് ജോയിന്റ് പെയിൻ കൊടുക്കണം. പിന്നെന്താ? സ്കിന്ന് നമുക്ക് ഈ ഒരുപാട് ഗ്രോത്ത് വരണ കാരണം നമ്മുടെ എന്താണ്? ഡ്രൈ സ്കിൻ ആവാനും ചാൻസ് ഉണ്ട്. സോ വി ഹാവ് ടു ഗിവൺ ദ ഫ്രീക്വന്റ് സ്കിൻ കെയർ ആൻഡ് ഓൾസോ വി പ്രൊവൈഡ് ദ റേഡിയേഷൻ തെറാപ്പി. ദാറ്റ് മീൻസ് എന്താണ്? അവിടെ ഹൈപ്പർ സിക്രീഷൻസ് അല്ലേ ഗ്രോത്ത് ഹോർമോൺ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അത് സപ്രസ് ചെയ്യിപ്പിക്കണം. സോ വി ഹാവ് ടു ഡൺ ദ റേഡിയേഷൻ തെറാപ്പി. അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം ചെയ്തു, പക്ഷെ കോമ്പൻസേറ്റ് ആവുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഹൈപ്പോഫൈസെക്ടമി. ദാറ്റ് മീൻസ് ദ റിമൂവൽ ഓഫ് ദ പിറ്റുറ്ററി ഗ്ലാൻഡ്. സർജറിയുടെ പറയുന്ന പേരാണ് ഹൈപ്പോഫൈസെക്ടമി. സോ നമ്മൾ ഹൈപ്പോഫൈസെക്ടമി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പോസ്റ്റ് ഓഫ് കെയർ ആണ് ശ്രദ്ധിക്കേണ്ടത്? മോണിറ്റർ വൈറ്റൽസ് ആൻഡ് ഓൾസോ യു ഹാവ് ടു അസസ് ദ ICP ആൻഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. സോ അതെന്താ ICP നോക്കാൻ പറയുന്നത്? പിറ്റുറ്ററി ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ബ്രെയിനിലാണ്. ഹൈപ്പോ തലാമസിന്റെ തൊട്ട് താഴെ ബിലോ റീജിയനിലാണ് പിറ്റുറ്ററി ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ റിമൂവൽ ഓഫ് ദ പിറ്റുറ്ററി ഗ്ലാൻഡ് എന്താണ്? ഇറ്റ് ലീഡ്സ് ടു എന്താണ്? നമ്മുടെ അക്യുമുലേഷൻ ഓഫ് CSF ലീക്കേജോ ICP-നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സോ എന്താണ്? ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നോക്കണം. എലിവേറ്റ് ഹെഡ് ആൻഡ് മോണിറ്റർ ഫോർ ബ്ലീഡിങ്. സോ CHF ലീക്കേജ് ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവോയ്ഡ് സ്നീസിങ്, പഫിങ് ആൻഡ് ബ്ലോയിങ് ഓഫ് ദ നോസ്. ഓക്കെ. സോ അടുത്ത ചെയ്യാം? മോണിറ്റർ ഫോർ എനി പോസ്റ്റ് നാച്ചുറൽ ഡ്രെയിനേജ് നോക്കണം. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് CSF ലീക്കേജ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം CSF-ന്റെ കൺസിസ്റ്റൻസി എന്താണ്? ക്ലിയർ ആൻഡ് അതുപോലെ തന്നെ അതിൽ പ്രോട്ടീന്റെ അളവ് കുറവും ഗ്ലൂക്കോസിന്റെ അളവ് ഇൻക്രീസ് ആയിരിക്കും, കൂടുതലായിരിക്കും. സോ ഇറ്റ് വിൽ ബി ഹാപ്പൻ ടു ഇൻഫെക്ഷൻ. അല്ലെങ്കിൽ എന്താ? ഇൻഫെക്ഷൻ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞ് പ്രോട്ടീന്റെ അളവ് കൂടും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദാറ്റ് വൈ വി ഷുഡ് ചെക്ക്ഡ് ഫോർ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ അസസ് ചെയ്യാനാണ് കേട്ടോ. സോ ദിസ് ആർ ദ പോസ്റ്റ് ഓഫ് കെയർ വി ആർ പ്രൊവൈഡ് ഫോർ ദ പേഷ്യന്റ് സഫറിംഗ് വിത്ത്, അല്ലെങ്കിൽ പേഷ്യന്റ് എന്താണ്? ഹൈപ്പോഫൈസെക്ടമി കഴിഞ്ഞ പേഷ്യന്റ് നമ്മൾ കൊടുക്കുന്ന പോസ്റ്റ് ഓഫ് കെയർ ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ. സോ നെക്സ്റ്റ് എന്താണ്? ഡയബറ്റിക് ഇൻസിപിഡസ്. സോ ഡയബറ്റിക് ഇൻസിപിഡസ് എന്ന് പറഞ്ഞ ഡിസീസ് കണ്ടീഷനിൽ റെസ്പോൺസിബിൾ ആവുന്ന ആരാണ്? ADH ആണ്. ADH മീൻസ് എന്താണ്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ദാറ്റ് മീൻസ് വാട്ടർ കണ്ടന്റ് അല്ലെ. സോ diabetic insipidus is known as due to the hyposecretion of ADH. That means എന്താണ്? polyuria. That means decreasing the urine content. Dehydration leads to the decrease the turgor, skin turgor and mucous membrane turgor also decreasing, and also lead to എന്താണ്? low specific gravity of urine അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിന്
വെള്ളത്തിന്റെ അംശം വളരെയധികം കുറഞ്ഞു പോകുമ്പോൾ ഡീഹൈഡ്രേറ്റ് ആവുന്നു, സ്കിൻ ടെർഗർ മാറുന്നു, യൂറിന്റെ അളവ് കുറയുന്നു, ഹൈപ്പോടെൻഷൻ ആവുന്നു. സോ പേഷ്യന്റ് ഹൈപ്പോടെൻഷൻ ആവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൊവൈഡ് സേഫ് എൻവയോൺമെന്റ് ഡ്യൂ ടു ദ പോസ്റ്റൽ ഹൈപ്പോടെൻഷൻ ആൻഡ് ഓൾസോ വി ഹാവ് ടു ഗീവ് ദ വാസോപ്രിസിൻ ആൻഡ് ഡെസ്മോപ്രിസിൻ. നമ്മുടെ ശരീരത്തിലെ വാട്ടർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാസോപ്രിസിനും ഡെസ്മോപ്രിസിനും നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആണ് സിൻഡ്രം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ADH എന്ന് പറഞ്ഞാൽ SIADH. അപ്പൊ ആ കണ്ടീഷൻ എന്തായിരിക്കും? എക്സസ് IDH റിലീസ് ചെയ്യുന്നതാണ് എന്ത്? സിൻഡ്രം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ADH. അപ്പോ ഒരുപാട് വാട്ടർ കണ്ടന്റ് കൂടുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു എന്താണ്? റിസൾട്ടിംഗ് ദ വാട്ടർ ഇൻടോക്സിഫിക്കേഷൻ. ദാറ്റ് മീൻസ് ഹൈപ്പോനെട്രീമിയ അല്ലെ, വാട്ടർ ഇൻടോക്സിഫിക്കേഷൻ ആണ്. ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ എന്താ? റിട്ടൻഷൻ ഓഫ് ദ ഫ്ലൂയിഡ്. ഇറ്റ് ലീഡ്സ് ടു എന്താണ്? എഡിമയാണ്. എഡിമ ഇറ്റ് ലീഡ്സ് ടു അല്ലെങ്കിൽ സീഷർ അല്ലെ, എഡിമ ഇറ്റ് ലീഡ്സ് ടു സീഷർ, കൺവൾഷൻ അല്ലെ, സീഷർ അടിക്കും നമ്മള്. അപ്പൊ നമുക്കറിയാം സീഷറോ അല്ലെങ്കിൽ കൺവൾഷനോ വന്നാൽ എന്താണ്? ഇറ്റ് ചേഞ്ച് ദ മെന്റൽ സ്റ്റാറ്റസ് ആൻഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ആൻഡ് ഓൾസോ നമുക്കറിയാം ശരീരത്തിലെ എഡിമയാണ്. എഡിമ ലീഡ് ചെയ്ത എന്താണ്? വെയിറ്റ് ഗെയിൻ ആൻഡ് ഓൾസോ അനറോക്സിയ, നോസിങ്, വോമിറ്റിംഗ്. സോ ദിസ് ആർ ദ signs are in the SIADH. സോ നമ്മൾ എന്ത് ഇന്റർവെൻഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണ്ടേ? വൈറ്റൽസ് മോണിറ്റർ ചെയ്യണ്ടേ? ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് നോക്കണ്ടേ? പ്രൊവൈഡ് സേഫ് എൻവയോൺമെന്റ്. അതുപോലെ തന്നെ നമുക്ക് എഡിമയാണ്, വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഡ്മിനിസ്റ്റർ ഡയൂറിറ്റിക്സ്. ഇനി നെക്സ്റ്റ് എന്താണ്? എഡ്രിനൽ ഗ്ലാൻഡ് ആണ്. സോ എഡ്രിനൽ ഗ്ലാൻഡിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്, എഡ്രിനൽ ഗ്ലാൻഡ് ഡിസോർഡേഴ്സ്. സോ എഡ്രിനൽ ഗ്ലാൻഡ് ഹോർമോൺസിന്റെ പേരെന്താണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഉണ്ട്, മിനറലോകോർട്ടിക്കോയിഡ്സ് ഉണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൽ ഏറ്റവും കൂടുതൽ എഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ, കോർട്ടിസോൾ ആണ്. ഇതിന് നമ്മൾ സ്ട്രെസ് ഹോർമോൺസ് എന്നാണ് പറയാ കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഹോർമോൺസിന്റെ കുറവ് കൊണ്ടും എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെയും മിനറലോകോർട്ടിക്കോയിഡ്സിന്റെയും കുറവ് കൊണ്ടും കൂടുതൽ കൊണ്ടും നമുക്ക് വരുന്ന ഡിസീസ് കണ്ടീഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? അഡിസൺ ഡിസീസസ്. Addison diseases means the adrenocortical insufficiency which affect both glucocorticoids and mineralocorticoids. So mineralocorticoids glucocorticoids എന്താണ്? നമ്മൾ ഇൻസഫിഷ്യൻസി വരുന്ന കണ്ടീഷൻ ആണ് എന്ത്? എഡ്രിനൽ ഗ്ലാൻഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. സോ എന്താണ്? ഹൈപ്പോനെട്രീമിയ സംഭവിക്കുന്നു, ഹൈപ്പർ കലീമിയ സംഭവിക്കുന്നു, ഹൈപ്പോഗ്ലൈസീമിയ സംഭവിക്കുന്നു, ഹൈപ്പർ കാൽസീമിയ സംഭവിക്കുന്നു. അറിയാലോ? അപ്പൊ നമുക്ക് ലീഡ്സ് എന്താണ്? ബ്രോൺസ്കിൽ. അപ്പൊ ഈ സൈൻ എപ്പോഴും പഠിച്ചു വെക്കണം കേട്ടോ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെയും മിനറലോകോർട്ടിക്കോയിഡ്സിന്റെയും ഇൻസഫിഷ്യൻസി കൊണ്ട് നമുക്ക് എന്ത് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവുന്നത്? നമുക്ക് ഒന്നും കൂടി പറയാം. ഹൈപ്പോനെട്രീമിയ, ഹൈപ്പർ കലീമിയ, ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർ കാൽസീമിയ, ബ്രോൺസ്കിൽ. സോ നമ്മൾ എന്ത് ഇന്റർവെൻഷൻ നമ്മൾ കൊടുക്കുക? BP മോണിറ്റർ ചെയ്യണം, ILO ചാർട്ട് നോക്കണം അല്ലെ, വെയിറ്റ് നോക്കണം, അതുപോലെ ഇലക്ട്രോലൈറ്റ്സിലെ വാല്യൂ നമ്മൾ എപ്പോഴും അസസ് ചെയ്യണം, കാരണം ഇംബാലൻസ് വരാൻ ചാൻസ് ഇല്ലേ. സോ ഇത് അഡിസൺ ഡിസീസ് ആണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും മിനറലോകോർട്ടിക്കോയിഡ്സും കുറവാണല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പൻസേറ്റ് ചെയ്യണ്ടേ? അഡ്മിനിസ്റ്റർ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആൻഡ് മിനറലോകോർട്ടിക്കോയിഡ്സ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഒബ്സർവ് ഫോർ ദ അഡിസൺ ക്രൈസിസ്. എന്തുകൊണ്ടാണ് വരുന്നത്? ഹൈപ്പോനെട്രീമിയ, ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർ കലീമിയ അല്ലേ? അതെന്താണ്? അത് ഭയങ്കര വേഴ്സൺ കണ്ടീഷനിൽ പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്? അഡിസൺ ഡിസീസ് ഒബ്സർവ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് കെയർ കൊടുക്കണം. സോ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് എന്ത്? കുഷിംഗ് ഡിസോർഡർ. സോ കുഷിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ കുഷിംഗ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? So it caused by the excess production of cortisol. So cortisol ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് എന്ത്? കുഷിംഗ് സിൻഡ്രോം ഉണ്ടാവുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ലീഡ്സ് ടു എന്താണ്? ഭയങ്കര ഒബൈസിറ്റി, ട്രങ്കൽ ഒബൈസിറ്റി വരും, മൂൺ ഫേസ് വരും, ബഫലോ ഹമ്പ് വരും. ബാക്ക് സൈഡിൽ ഇങ്ങനെ നമ്മുടെ ഈ കഴുത്തിന്റെ ബാക്കിൽ ഒരു ബഫലോ ഹമ്പ് വരെ വരും. ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ കലീമിയ, ഡയബറ്റിക് മെലിറ്റസ്, ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എങ്ങനെ ഉണ്ടാവുന്നത്? ഡ്യൂ ടു ദ ഡിക്രീസ്ഡ് കാൽഷ്യം ലെവൽ അല്ല. ഇതാണ് കുഷിംഗ് സിൻഡ്രോം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് മാനേജ്മെന്റ് ചെയ്യാ?
നമ്മൾ എന്ത് മാനേജ്മെന്റ് നമ്മൾ ചെയ്യേണ്ട? മോണിറ്റർ BP, അയലോ ചാർട്ട്, വെയിറ്റ് നോക്കുക, മോണിറ്റർ ലാബ് വാല്യൂസ്, കീമോതെറാപ്പി ചെയ്യാം. കാരണം എന്താ, പ്രൊഡക്ഷൻ കൂടുതലാണല്ലോ കോർട്ടിസോളിൽ. അപ്പൊ നമുക്ക് കീമോ ചെയ്യാം, റേഡിയേഷൻ തെറാപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ പ്രൊഡക്ഷൻ ഓഫ് കോർട്ടിസോൾ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്താ ചെയ്യണം? ഒന്നല്ലെങ്കിൽ നമുക്ക് എഡ്രിനൽ ഗ്ലാൻഡ് എടുത്ത് കളയാം, അല്ലെങ്കിൽ എന്താ ഹൈപ്പോഫൈസെക്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എടുത്ത് കളയാം. കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണല്ലോ മാസ്റ്റർ ഗ്ലാൻഡ്. എല്ലാ ഗ്ലാൻഡിനും എന്താ നമ്മൾ പറയാ, എല്ലാ ഗ്ലാൻഡും ഗൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ഗ്ലാൻഡും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അപ്പോ ഒന്നിൽ നമുക്ക് എഡ്രിനൽ ഗ്ലാൻഡ് എടുത്ത് കളയാം, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എടുത്ത് കളയാം. സോ നെക്സ്റ്റ് ഡിസീസ് കണ്ടീഷൻ ആണ് എന്ത്? പാൻക്രിയാറ്റിക് ഡിസോർഡർ. സോ പാൻക്രിയാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ എന്താ? പാൻക്രിയാസിന്റെ ഐലൻഡ്സ് ഓഫ് ലാന്തേഴ്സിലാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇൻസുലിൻ ആണ് നമ്മുടെ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ പാൻക്രിയാസിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യില്ല, ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇറ്റ് ലീഡ്സ് ടു ഡയബറ്റിക് മെലിറ്റസ്. സോ ഡയബറ്റിക് മെലിറ്റസ് 2 ടൈപ്സ് ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 എന്താണ്? ജുവലൈൻ ഓർ എന്താണ്? ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആണ്. സോ അതെന്താണ്? ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ, ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു, അല്ലെങ്കിൽ ഉണ്ടായ ഇൻസുലിൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ്, കുറവാണ്, അല്ലെങ്കിൽ ഇൻസഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ കൊണ്ട് വരുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ്. ദാറ്റ് മീൻസ് കുട്ടികളില്ലേ, നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വരില്ലേ, അഡോളസെൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അവർക്ക് വരുന്നതാണ് ടൈപ്പ് 1. അഡൾട്സിനും വരും, പക്ഷെ അഡോളസെൻസിനും അഡൾട്സിനും കോമൺ ആയിട്ട് വരുന്ന എന്താണ്? ടൈപ്പ് 1 ആണ് കേട്ടോ. അപ്പോ ഈ ഇൻസുലിൻ ഈസ് നോട്ട് ഗിവൺ, അപ്പൊ എന്താ ഇൻസുലിൻ കൊണ്ട് സംഭവിക്കുക? ഫാറ്റ് മെറ്റബോളിസം സംഭവിക്കും. ഫാറ്റ് എന്താ? കീറ്റോൺസ് ആയിട്ട് പോവും. കീറ്റോൺസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് അസിഡോസിസ് ആവും. അപ്പൊ അത് സംഭവിക്കുക, ഇറ്റ് ലീഡ്സ് ടു ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. അപ്പോൾ കണ്ടീഷൻ അസിഡോസിസ് ആയി മാറും കേട്ടോ. അതാണ് ടൈപ്പ് 1 ജുവലൈൻ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നത്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്താ? നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ എന്താ? ഇൻസഫിഷ്യന്റ് ആണ് അല്ലെ. അപ്പൊ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് കേട്ടോ. നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ്, ദാറ്റ് മീൻസ് ഇൻസുലിൻ അവിടെ ഉണ്ട്, പക്ഷെ എന്താ, അത് യൂസ് ചെയ്യില്ല, റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ ഉണ്ടായാലും ഇല്ലെങ്കിൽ എന്താ, അത് യൂസ് ചെയ്യില്ല. അതാണ് എന്ത്? ഇൻസുലിൻ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇൻസുലിൻ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞത് ടൈപ്പ് 2 ആണ്. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, അവിടെ ഇൻസുലിൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ എന്തൊക്കെ സൈൻസ് വരാം? പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫാഗിയ, വെയിറ്റ് ലോസ്, ബ്ലർഡ് വിഷൻ, ഡിലൈഡ് വൂണ്ട് ഹീലിംഗ്, ഇൻഅഡിക്റ്റഡ് സർക്കുലേഷൻ ടു ദ ഫീറ്റ് ആൻഡ് പാരസ്തസിയ. ഇതൊക്കെയാണ് നമ്മുടെ സയൻസ്. സോ നമ്മൾ എന്ത് മാനേജ്മെന്റ് ചെയ്യേണ്ടത്? പേഷ്യന്റ് സഫറിങ് വിത്ത് ഷുഗർ ആണ്, അല്ലെങ്കിൽ ഡയബറ്റിക് ആണ്, നമ്മൾ ചെയ്യേണ്ട മാനേജ്മെന്റ് ആണ് ഡയറ്റ്. പിന്നെ എക്സസൈസ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ എന്താ, ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജന്റ് അല്ലെങ്കിൽ ഇൻസുലിൻ കൊടുക്കുക അല്ലെ. സോ ടൈപ്പ് 1കാർക്കാണ് നമ്മൾ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആണല്ലോ, അപ്പൊ ഇൻസുലിൻ വേണം, അവർക്ക് നമ്മൾ ഇൻസുലിൻ കൊടുക്കുക. ടൈപ്പ് 2കാർക്ക് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ്, കാരണം ഇൻസുലിൻ നമ്മൾ കൊടുത്തിട്ടും കാര്യമില്ല, റെസിസ്റ്റൻസ് അല്ല, ഇൻസുലിൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നമ്മൾ അവർക്കാണ് എന്ത്? ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജന്റ്സ് കൊടുക്കണ്ടേ, ടാബ്ലറ്റ് കൊടുക്കണ്ടേ. സോ എന്താണ് കോംപ്ലിക്കേഷൻ? ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻ ആണ് ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നത്. ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഹൈപ്പർഗ്ലൈസിമിക് ആയിട്ട് എന്താണ്? ഇറ്റ് ലീഡ്സ് ടു എന്താണ്? ഫാറ്റ് മെറ്റബോളിസം ആവുന്നു, കീറ്റോൺസ് സംഭവിക്കുന്നത്, ഇറ്റ് ലീഡ്സ് ടു ഡയബറ്റിക് കീറ്റോൺ അസിഡോസിസ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ മാനേജ്മെന്റ് ചെയ്യാ? ഡീഹൈഡ്രേറ്റ് ആവുമല്ലോ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? വിഗ്രസ് ആയിട്ട് നമ്മൾ ഫ്ലൂയിഡ് തെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഹൈപ്പർഗ്ലൈസിമിയ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെഗുലർ ഇൻസുലിൻ തെറാപ്പി വെച്ച് കോമ്പൻസേറ്റ് ചെയ്യുക. കറക്റ്റീവ് ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് ആണ് നമ്മൾ എന്താ? ഫ്ലൂയിഡ് റാപ്പിഡ് ഇൻഫ്യൂഷൻ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. സോ നെക്സ്റ്റ് എന്താണ്? HHNS, ഹൈപ്പർഗ്ലൈസീമിക് ഹൈപ്പർ ഓസ്മോളർ നോൺ കീറ്റോട്ടിക് സിൻഡ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഹൈപ്പർഗ്ലൈസമിക് ആവുന്നുണ്ട്, DM എക്സ്ട്രീം ആണ്, പക്ഷെ വിത്തൗട്ട് കീറ്റോസിഡോസിസ്. കീറ്റോസിഡോസിസ്ക്ക് അത് മാറുന്നില്ല. അതാണ് എന്ത്? HHNS എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? വിഗറസ് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് ചെയ്യുക, അഡ്മിനിസ്റ്റർ ഇൻസുലിൻ ചെയ്യുക. അപ്പൊ നമ്മൾ ഡയബറ്റിക് നമ്മൾ എന്താണ് കെയർ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു എന്ത് കോംപ്ലിക്കേഷൻ? ആ ക്രോണിക് കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ? റെറ്റിനോപ്പതി കണ്ണിനെ ബാധിക്കും, നെഫ്രോപ്പതി നമ്മുടെ കിഡ്നീനെ ബാധിക്കും, ന്യൂറോപ്പതി നമ്മുടെ ബ്രെയിനെ വരെ ബാധിക്കാം. റെറ്റിനോപ്പതി, നെഫ്രോപ്പതി ആൻഡ് ന്യൂറോപ്പതി.
സോ വാട്ട് ഈസ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ഇൻസുലിൻ തെറാപ്പി അല്ലെ? നമ്മൾ ഇൻസുലിൻ മാനേജ്മെന്റ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇൻസുലിൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്? അതാണ് ലിപ്പോഡിസ്ട്രോഫി. ലിപ്പോഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഇൻസുലിൻ ഒരേ സൈറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇൻജെക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു ലോസ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കോസ്ഡ് ബൈ ദ റിപ്പീറ്റഡ് യൂസ് ഓഫ് ഇൻജെക്ഷൻ സൈറ്റ്. ഒരേ സൈറ്റിൽ മാറി മാറി കുത്തുമ്പോൾ അവിടെ എന്ത് വരാം? അവിടുത്തെ സ്കിന്നിന് ഡാമേജ് വരും. അതാണ് ലിപ്പോഡിസ്ട്രോഫി. നെക്സ്റ്റ് എന്താണ്? സ്മോഗി എഫക്ട്. സ്മോഗി എഫക്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. എന്താണ്? മോർണിംഗ് എന്താണ്? പെട്ടെന്ന് ഹൈപ്പോഗ്ലൈസിമിക് അടിച്ച് പെട്ടെന്ന് ഹൈപ്പർ ആവും. അതാണ് എന്ത്? സ്മോഗി എഫക്ട്. മോർണിംഗ് ഹൈപ്പോ അടിച്ച് പിന്നെ അത് ഹൈപ്പറേക്ക് മാറുന്നതാണ് സ്മോഗി എഫക്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ബെഡ് ടൈമിൽ ഇപ്പൊ നമ്മള് നൈറ്റ് കിടക്കുന്ന സമയത്ത് ബെഡ് ടൈമിൽ നമ്മൾ സ്നാക്ക് കഴിക്കുക. പിന്നെ എന്താ? വൈകുന്നേരം ഈവനിങ്ങിൽ നമ്മൾ ഇൻസുലിൻ കുറയ്ക്കുക. അപ്പൊ എന്താണ്? മോർണിംഗ് ഹൈപ്പോ ആവില്ലല്ലോ. മോർണിംഗ് ഹൈപ്പോയായി പിന്നെ ഹൈപ്പർ ആവുന്നതാണ് സ്മോഗി എഫക്ട്. ഇനി അടുത്ത ഡൗൺ ഫിനോമിന ആണ് കേട്ടോ. അപ്പൊ എന്താണ്? മോർണിംഗ് ഹൈപ്പർ അടിച്ച് പിന്നെ ഹൈപ്പോയാവുന്നതാണ് ഡൗൺ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഹൈപ്പർ അധികം നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈവനിങ് നമ്മൾ എന്ത് ചെയ്യണം? 10 മണിക്ക് ഇൻസുലിൻ കൊടുക്കണം. അഡ്മിനിസ്റ്റർ ഈവനിങ് ഡോസ് ഓഫ് ഇൻസുലിൻ അറ്റ് 10 PM. ഓക്കെ. പിന്നെ അടുത്ത കോംപ്ലിക്കേഷൻ എന്താ? ഹൈപ്പോഗ്ലൈസീമിക് അല്ലെ? 60 താഴെ, ലെസ് ദാൻ 16 ആയ നമ്മുടെ ഹൈപ്പോ ആണ് കേട്ടോ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പേഷ്യന്റ് കോൺഷ്യസ് പേഷ്യന്റ് ആയി നമ്മൾ എന്താ ചെയ്യേണ്ടേ? പേഷ്യന്റ് കോൺഷ്യസ് ആണെങ്കിൽ ഷുഗർ കണ്ടന്റ്, കാർബോഹൈഡ്രേറ്റ് ഷുഗർ കണ്ടന്റ് നമ്മൾ പെട്ടെന്ന് കൊടുക്കുക. റിപ്പീറ്റ് ആഫ്റ്റർ 15 മിനിറ്റ്സ് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യണം? ഒന്നും കൂടി നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ നോട്ടിഫൈ ചെയ്യുക. ഇനി പേഷ്യന്റ് അൺകോൺഷ്യസ് ആണ്. പേഷ്യന്റ് അൺകോൺഷ്യസ് ആയി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? IV ഡെക്സ്ട്രോസ് 25% നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ദീസ് ആർ ദ ടോപ്പിക് വി ആർ ഡിസ്കസ്ഡ് ഇൻ ദ endocrine system. Okay. Okay, thank you.